2026-27 സംസ്ഥാന ബഡ്ജറ്റ് വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരിന്റെ വിശ്വാസ്യതയാണ് ഇതിലൂടെ തെളിയിക്കുന്നതെന്നും വൈപ്പിൻ MLA ടോണി ചമ്മണി. ബഡ്ജറ്റിലെ മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെ സ്വാഗതം ചെയ്ത അദ്ദേഹം വൈപ്പിൻ മേഖലയിലെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2026-27 വർഷത്തിലേക്ക് അവതരിപ്പിച്ച ഈ പുതുക്കിയ ബജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ ബജറ്റ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ് എന്ന് സുവ്യക്തമാണ്. വർദ്ധിച്ച പൊതുകടം, ശമ്പളം, പെൻഷൻ, പലിശ എന്നീ അനിവാര്യ ചെലവുകൾ, പരിമിതമായ ധനകാര്യ വിഹിതം എന്നീ സംസ്ഥാനത്തിൻ്റെ വികസന വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രായോഗികമായ സമീപനം സ്വീകരിക്കുന്നതാണ് ഈ ബജറ്റ്. മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, കർഷകർ, സ്ത്രീകൾ, നിരാലംബർ, അങ്ങനെ ഒരു ഗവൺമെൻറ് ചേർത്ത് പിടിക്കേണ്ട എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ ബജറ്റ് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് എന്ന ആശയം ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബഡ്ജറ്റിൻ്റെ വിശ്വാസ്യത, ആ ബഡ്ജറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് പ്രസക്തമാവുന്നത്. അവിടെയാണ് സാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയൊരു പദ്ധതിയിലൂടെ ഈ ബഡ്ജറ്റിൽ ഓരോ പദ്ധതികളും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജൂൺ 19 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിനു മുമ്പ് ജൂൺ 15 കേരളത്തിലൊരു പദ്ധതിക്ക് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചൊരു പദ്ധതിയായിരുന്നു. കേരളത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സഞ്ചരിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഇത് എന്ന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ സാർ, ഈ ബഡ്ജറ്റ് പറയുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. ഇതിൽ നിരവധിയായ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് സാധ്യമാകുമെന്ന് ഞാൻ കരുതുകയാണ്. സാർ, ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ സന്ദർഭത്തിൽ നാം പരിശോധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഗവൺമെൻറ് വരുമെന്ന വലിയ രാഷ്ട്രീയ പ്രചരണം കണ്ട നാടാണ് കേരളം. എത്രയോ പണം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം ചെലവഴിച്ചാണ് ആ പ്രചരണം ഉണ്ടായത്. പക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചത്. എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ വിശ്വാസ്യത ഒരു ഘടകമാണ് സാർ. വിശ്വാസ്യത നഷ്ടപ്പെട്ടൊരു ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചത്. എന്തെല്ലാമാണ് ഈ കേരളം കണ്ടത്? 10 വർഷത്തിൽ അവസാനത്തെ 5 വർഷമാണ് ഞാൻ പറയുന്നത്. കെട്ടുകാഴ്ചകളുടെ വലിയ ഘോഷയാത്രയായിരുന്നു കേരളം കണ്ടത്. അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത്. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രംഗം കണ്ടു. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ശാന്തനായി നടന്നു പോകുന്നതാണ് രംഗം. പക്ഷേ ഇതേ മുൻ മുഖ്യമന്ത്രിയെ ഞാൻ മറ്റൊരു സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്. 1,10,00,000 രൂപയുടെ ബെൻസ് ബസ്സിൽ കേരളം മുഴുവൻ സഞ്ചരിക്കുക. ബസ് നിൽക്കുന്നിടത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വന്നിറങ്ങുന്ന മുഖ്യമന്ത്രി. കേരളത്തിൽ 1 ഡസനിലധികം സർക്കാരിൻ്റെ വിദ്യാലയങ്ങളുടെ മതിൽ പൊളിച്ചാണ് അദ്ദേഹം ആ വേദിയിലേക്ക് എത്തിയത്. സഞ്ചരിക്കാൻ, നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ അതേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. സാർ, ജനങ്ങൾ ഇതെല്ലാം കാണുകയാണ്. നവകേരള സദസ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ നവകേരള സദസ്സ് കേരളത്തിൽ നടന്നപ്പോൾ നാം കണ്ടതല്ലേ ഒരു ഭരണകൂടത്തിൻ്റെ ഫാസിസം എന്താണ് എന്ന് കണ്ടു. എന്നെ സമീപിച്ചിരിക്കുന്ന AD തോമസ് ആ ഫാസിസത്തിൻ്റെ ഇരയുമാണ്, ആ ഫാസിസത്തിൻ്റെ ഗുണഭോക്താവുമാണ്. നവകേരള സദസ്സ് കേരളത്തിലെ 140 മണ്ഡലങ്ങൾ കടന്നു ചെന്നു. ആളുകൾ തങ്ങളുടെ ജീവിത സംഘടനകൾ പറയാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണാൻ വന്നു. പക്ഷെ ഒരാൾക്ക് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നിവേദനം നൽകാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന പ്രസംഗങ്ങൾ. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുമ്പുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച്.
ഒരാൾക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല. പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കാണുകയും കേൾക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ ജനസമ്പർക്ക പരിപാടി നടത്തി തൻ്റെ അടുത്ത് വന്ന് ജീവിതസംഘങ്ങൾ പറഞ്ഞ ആളുകളെ കേട്ടവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചൊരു മുഖ്യമന്ത്രി നാട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ഒരു ജില്ലയിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ആയിരക്കണക്കിന് സ്ത്രീകളടക്കം വരുന്നു. വൈകുന്നേരമായി, ആളുകൾ കഴിഞ്ഞിട്ടില്ല. സന്ധ്യയായി, രാത്രിയായി, വന്ന ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. മന്ത്രിമാരും സഹപ്രവർത്തകരും ആ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമുക്ക് ഇതിവിടെ നിർത്താം. രാത്രി 9 ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? നോ, എന്നെ കാണാൻ വന്ന അവസാന ആളെയും കണ്ടിട്ടേ ഞാൻ പോകും. എന്തുകൊണ്ടെന്നാൽ അവർ ഇല്ലാത്ത കാശിന് വണ്ടിക്കൂലിയുമായിട്ടാണ് വന്നത്. ഇത് നാളത്തേക്ക് വെച്ചാൽ ഒരുപക്ഷെ അവർക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് 1 മണിക്ക് അവസാനത്തെ ആളെയും കണ്ടാണ് ആ മുഖ്യമന്ത്രി വേദി വിട്ടത്. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ കണ്ട നാടാണ് ഒരു മുഖ്യമന്ത്രി തൻ്റെ ജനതയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് കണ്ടത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന പൊറാട്ട് നാടകങ്ങൾ ഈ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് മറുപടി നൽകിയത്. ഞാൻ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഒരു കഥ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ കഥയുടെ പേര് 1937 ഡാനിഷ് കഥാകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എഴുതിയ ദ എംബ്രേഴ്സ് ന്യൂ ക്ലോത്ത്സ് എന്നാണ്. ഒരു രാജാവിൻ്റെ പുതിയ ഉടുപ്പ്, അതാണ് ആ കഥയുടെ പേര്. പണ്ടൊരു സന്ദർഭത്തിൽ ജീവിച്ചൊരു രാജാവ് ആർഭാടപ്രിയനായിരുന്നു. അദ്ദേഹം പുതുവസ്ത്രങ്ങളോട് കമ്പമുള്ള ആളായിരുന്നു. ഒരു 2 തട്ടിപ്പുകാർ അദ്ദേഹത്തെ സമീപിച്ചു. വിഡ്ഢികൾക്ക് കാണാൻ സാധിക്കാത്ത വസ്ത്രം നിർമ്മിച്ചു നൽകാമെന്നതായിരുന്നു. രാജാവിന് സന്തോഷമായി. വിഡ്ഢികൾക്ക് കാണാൻ പറ്റാത്തതാണ് തൻ്റെ സേവകരെയും മന്ത്രിമാരെയും അളക്കാൻ സാധിക്കുമല്ലോ. രാജാവ് വസ്ത്രം തയ്പ്പിക്കാൻ ഏൽപ്പിച്ചു. ആ തട്ടിപ്പുകാർ കൈത്തറിയിൽ നെയ്ത്തിൽ തുടങ്ങി. യഥാർത്ഥത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, നൂലുണ്ടായിരുന്നില്ല. രാജാവ് ആദ്യം സേവകരെ വിട്ടു. അവർ വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾക്ക് കാണാൻ പറ്റാത്ത വസ്ത്രമാണ്. അവർ തിരിച്ചു പോയി പറഞ്ഞു, മനോഹരമായ വസ്ത്രം. രണ്ടാമത് രാജാവ് മന്ത്രിമാരെ വിട്ടു. മന്ത്രിമാരെ നോക്കി ഒന്നും കാണുന്നില്ല. പക്ഷെ സത്യം തുറന്ന് പറഞ്ഞാൽ വിഡ്ഢിയാവും. അവസാനം സാക്ഷാൽ രാജാവ് തന്നെ വന്നു. രാജാവ് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല വസ്ത്രം. പക്ഷെ അദ്ദേഹവും പറഞ്ഞു മനോഹരമായ വസ്ത്രമാണ്. അവസാനം ആ തട്ടിപ്പുകാർ ഒന്നും നെയ്തില്ല. അവരില്ലാത്ത വസ്ത്രം ധരിപ്പിച്ച രാജാവ് ആ പട്ടണത്തിലൂടെ നഗ്നനായി പ്രദക്ഷിണം നടത്തുന്ന ഒരു കഥ നാം കേട്ടിട്ടുണ്ട്. ഇവിടെയും പ്രിയപ്പെട്ടവരെ, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരുമില്ല എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു ബാലനും പോലും ഉണ്ടായില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഓരോരോ പദ്ധതികൾ, സമയപരിധികൾ, എനിക്ക് മുഴുവൻ പരാമർശിക്കുന്നതിനുള്ള സമയപരിധിയുണ്ട്. പക്ഷെ മിഷൻ സമുദ്ര ഈ ഗവൺമെൻറ് ആരംഭിക്കുന്ന ഒരു നൂതനമായ പദ്ധതിയാണ്. കേരളത്തിൽ 590 കിലോമീറ്റർ ജലപാതയുണ്ട്, തീരദേശപാതയുണ്ട്. പക്ഷെ അതിന്നേ വരെ കേരളത്തിൻ്റെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് കേരളത്തിലെ ജലപാത ശൃംഖല വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കോസ്റ്റൽ ഷിപ്പിംഗ് നൂതനമായ സംരംഭമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ടൂറിസം സാധ്യതകളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. കേരളത്തിൽ ചരക്ക് നീക്കം ജലപാതയിലൂടെ ആകുമ്പോൾ റോഡിൽ വാഹനത്തിൻ്റെ തിരക്ക് കുറയും, റോഡ് സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പക്ഷെ എന്നെ ഏറെ ആകർഷിച്ചത് കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശത്ത് ആ പ്രദേശ തീരദേശവാസികൾക്ക് അങ്ങ് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, സമയം പരിമിതിയുണ്ട്. അവർക്ക് ജോലിയിൽ സംവരണം നൽകുമെന്ന മാനവികമായ ഒരു നിലപാട് ആ പദ്ധതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൺ കേരള കരുതൽ മിഷൻ കേരളത്തിൽ നിന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നായിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ പലപ്പോഴും നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു അന്തരീക്ഷമുണ്ട്. അവയ്ക്ക് പരിഹാരമാവുന്ന പദ്ധതി എന്ന നിലയിൽ ഞാൻ എന്നെ സ്വാഗതം ചെയ്യുകയാണ്. കേരള നോളജ് വാലി, കേരളത്തിലെ എത്രയോ വിദ്യാർത്ഥികൾ
പുറം നാടുകളിൽ പഠിക്കാൻ പോകുന്നു. അവരെ ഈ നാട്ടിൽ തന്നെ പഠിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. പിന്നെ കേരള സിൽവർ എക്കോണമി. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ വയോജനങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. കേരളത്തിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ പ്രായം ചെന്നവർ വീട്ടിലാണ്. അവിടെയാണ് അവർക്ക് വയോജന ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ചുകൊണ്ട് കാലോചിതമായ അധിക സമയം എടുത്തു, വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. രാവിലെ പ്രത്യേകമായിട്ടുള്ള റൂളിംഗ് ഉണ്ടായിരുന്നതാണ്. മറ്റൊന്ന് ഫിഷറീസിന്റെ സാർ, ആദ്യത്തെ ഒരു പ്രസംഗമല്ലേ, ഫിഷറീസുമായി ബന്ധപ്പെട്ട സബ് പ്ലാൻ. കേരളത്തിലെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം നൽകുന്ന ഫിഷറീസ് സബ് പ്ലാൻ ഈ അർത്ഥത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുകയാണ്. ഈ ബഡ്ജറ്റിൽ ഏറ്റവും ആകർഷകമായ കാര്യം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന്റെ പരിരക്ഷ. മഹാനായ ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വികസനവും കരുതലും പ്രദാനം ചെയ്ത് കടന്നുപോയതാണ്. ആ മഹാന്റെ നാമധേയത്തിൽ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ അത് ആ മഹാനായ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. വൈപ്പിനുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളാണ് സാർ. വൈപ്പിൻ ഗൂഗിളിൽ അടിച്ചാൽ അറിയാം, ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു നിയമമുണ്ടല്ലോ, ഏറ്റവും വലിയ ദ്വീപ്, ഏറ്റവും ജനസാന്ദ്രതയുള്ളത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, കടലുകയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, കായലോരു വെള്ളം കയറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വൈപ്പിനൊരു സ്പെഷ്യൽ പാക്കേജ് എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഈ ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,